ഇവന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ. കാടന്നായും കാട്ടിൽ വരുമ്പോൾ കോളല്ലാതൊരു പേടി തുടങ്ങും. വീട്ടിൽ വരുന്നവരെ പലരെ കടി കൂടിയ ചണ്ടക്കാരനെ ഞാനത കൂട്ടിലതാക്കി. ചങ്ങലയിട്ടത പൂട്ടി പിന്നെ കഞ്ഞി കൊടുക്കും. ചങ്ങലയിട്ടത പൂട്ടി പിന്നെ കഞ്ഞി കൊടുക്കും. പഠിക്കാൻ നല്ല ഉത്സാഹമുണ്ട്. വെള്ളു വാവാ എന്ന് വിളിച്ചാൽ തൊള്ള സ്കൂള് തുറക്കുമ്പോഴേക്കും ഇത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ടാവും. അവൻ പറയണത് ഇക്കൊല്ലം ക്ലാസ്സിൽ ഒന്നാമനാവുന്ന. കാണാനില്ല. വെള്ളു വാവാ എന്ന് വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരും താൻ. കള്ളനു തുള്ളി കഞ്ഞി കൊടുപ്പാനുള്ളൊരു ഉള്ളൊരു ഭയം കാണാനില്ല. ഓണം is celebrated to welcome Mahabali when he makes his annual visit. The celebration lasts for 10 days. Earth mounds are placed in the courtyards. These are Janaganamana Adinayaka Jaya He Bharata Bhagya Vidada Punjab Sindh Gujarat Maratha Dravida Utkala Vanga Vindhya Himachala Yamuna Ganga Uchchala Jalajidaranga Tava Shubha Name Jage Tava Shubha Ashisha Mage Gahe Tava Jaya. എന്താ ജനഗണമനയൊക്കെ? ആരൊക്കെ പ്രേരണക്കണെന്ന് മാഷി ചോദിച്ചു. ഞാൻ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേരണ നീ നിക്കണുണ്ടെന്നോ? പാണ്ഡനായുടെ പാഠം നിനക്കെടുത്തോ? ഇല്ല, എടുക്കുമ്പോഴേക്കൊന്ന് പഠിച്ചു വെക്കുക. എന്നാ മോനൊരു കാര്യം ചെയ്, എടുക്കുന്നത് പഠിക്കാൻ നോക്ക്. കമ്പോളം നിലവാരം ഐതിഹ്യം കേട്ടോൾവി. 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 കമ്പോളം നിലവാരം ഐതിഹ്യം. മങ്ങാടിക്കുന്നിന്റെ നിറകെ വന്നപ്പോ കേട്ടു മോന്റെ വായന. നാട്ടുകാർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാണ്ടാവോ ഇനി? രണ്ടക്ഷരം പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും തുടങ്ങും ഓരോന്ന് പറച്ചില്ല. എനിക്ക് സന്തോഷം. ഇവൻ ഇങ്ങനെ തുടങ്ങിയ മറ്റുള്ള പിള്ളേരുടെ ഗതി എന്താവോന്ന് എന്റെ പേടി. അവരവരുടെ കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെ അവർക്കായിട്ടുണ്ട്. അത് അവര് നോക്കിക്കോളൂ. നിങ്ങൾ കുളിക്കാൻ നോക്ക്. വെള്ളം ചൂടായിട്ടുണ്ട്, ഇറക്കി വെക്കട്ടെ. പ്രധാന കൃഷികൾ. വൻതോതിൽ അവർ ചണം കൃഷി ചെയ്തു. ചണത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് പ്ലാസി യുദ്ധവും ശിപ്പായി ലഹളയും. പ്ലാസി യുദ്ധം ഏത് വർഷമാണ് നടന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറയാം ടീച്ചർ, 1757. ഗുഡ്. എന്താ കുട്ടിയുടെ പേര്? ഇന്നസെന്റ്. ആ, കുട്ടി ഇരിക്കൂ. അപ്പോ ശിപ്പായി ലഹള നടന്നത് എന്നാണ്? താൻ പറയൂ. നെക്സ്റ്റ്. ഞാൻ പറയാം. പ്ലാസി യുദ്ധം കഴിഞ്ഞ് കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോഴാണ് 1857 ശിപ്പായി ലഹള ഉണ്ടായത്. അതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയാം. വെരി ഗുഡ്. കുട്ടിയുടെ വീടെവിടെയാ? കോളേജിന്റെ അടുത്താ. ചേട്ടന്മാരാരെങ്കിലും വീട്ടിലിരുത്തി പഠിപ്പിച്ചു തരുന്നുണ്ടാവൂല്ലേ? ഏയ്, അവരൊന്നും ഇവിടെ ഇല്ല. മൂത്തേട്ടൻ കോഴിക്കോട് എഞ്ചിനീയറിംഗിന് പഠിക്കുക. രണ്ടാമത്തേട്ടൻ എറണാകുളത്ത് BSc പഠിക്കുക. വെരി ഗുഡ്. എന്താ അവിടെ? സൈലൻസ്. നമസ്തേ ടീച്ചർ. നമസ്തേ. ഇരിക്കൂ. ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും കാണുവാനും രണ്ടു വാക്ക് പറയാനുമാണ് ഞാൻ വന്നത്. പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം.
ആരംഭത്തിൽ കാണുന്ന ഈ ഉത്സാഹവും ഉന്മേഷവും വർഷാന്ത്യം വരെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. നമ്മുടെ സ്കൂളിൻ്റെ അന്തസ്സിന് നിരക്കാത്ത യാതൊരുവിധ പ്രവൃത്തികളും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അച്ചടക്കവും അന്തസ്സും പെരുമാറ്റവും കൊണ്ട് നാം എല്ലാവരുടെയും ആദരവ് നേടണം. നിങ്ങൾ നന്നാവുക എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം നന്നാവുക എന്നാണ് അതിനർത്ഥം. നിങ്ങളും അതോടൊപ്പം നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ രാജ്യവും നന്നാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ? എന്നാൽ എല്ലാവരും മിടുക്കന്മാരായിട്ട് പഠിക്കണം. ഈ വർഷം ജയിച്ചു വന്ന കുട്ടികൾ ആരൊക്കെയാണ്? കാണട്ടെ. ഇരിക്കൂ. രണ്ടാം വർഷക്കാരൊക്കെയാണ്? ഒരു കൊല്ലം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ദുഃഖിക്കണ്ട. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ച് നന്നാവാൻ നോക്കണം. എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കണം. ഇനി ജീവിതത്തിൽ ഒരു തവണ പോലും തോൽക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം. ഒരു കൊല്ലം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഉടനീളം ആ നഷ്ടം അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ് സമയത്തിൻ്റെ വില. ഒപ്പം പഠിച്ചവരൊക്കെ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്ന മോശമല്ലേ? എല്ലാവരും ഇരിക്കൂ. ടീച്ചർ, ഇവൻ എഴുന്നേറ്റില്ല, ഇവൻ തോറ്റതാ. എന്താടോ, തനിക്കിതൊന്നും ബാധകല്ലേ? താൻ തോറ്റതാണോ? പിന്നെ എന്താ എഴുന്നേൽക്കാഞ്ഞത്? ജയിച്ചൊന്നവരോടും രണ്ടാം കൊല്ലക്കാരോടല്ലേ എഴുന്നേൽക്കാൻ പറഞ്ഞത്? അതെ. ഞാൻ മൂന്നാം കൊല്ലക്കാരനാ. എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ താനാണ് മൂന്നാം കൊല്ലക്കാരനല്ലേ? തന്നെ അന്വേഷിച്ചാ ഞാൻ നടന്നിരുന്നത്. തന്റെ അനുജൻ ഒരുത്തൻ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ? എന്താ, തന്റെ നാവറിഞ്ഞുപോയോ? നാണമില്ലേ തനിക്ക്? ചേട്ടൻ 8ാം ക്ലാസ്സിൽ 3ാം കൊല്ലം, അനുജൻ 9ാം ക്ലാസ്സിലും. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ തന്നെ അട്ടിപ്പേറാക്കാനാ ഭാവം? ദേ, വേഷം കിട്ടൊന്നും എടുക്കണ്ട, മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. അപ്പൊ താൻ 3ാം കൊല്ലക്കാരനല്ലേ? ഞാൻ 3ാം കൊല്ലം 10ാം കൊല്ലം നിനക്കെന്താ? എന്താ 3ാം കൊല്ലം എന്ന് പറയാൻ ഇത്ര നാണം? ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഇക്കൊല്ലം എന്നിട്ട് നന്നായി പഠിക്കണം വിചാരിച്ചതാ. നന്നായി പഠിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ നന്നായി പഠിച്ചാലും 3ാം കൊല്ലക്കാരനെന്ന് പറഞ്ഞാൽ കുതിര കയറാ. ദേ മാഷ് വരുന്നു, മാഷ്. നമസ്തേ. എന്താടോ ഇവിടെ തന്നെ സ്ഥിരമായിട്ടാണ് കൂടിയില്ലേ? അല്ല മാഷേ, ഇക്കൊല്ലം കൂടി ഒന്ന് പരീക്ഷിക്കു. അത് ശരിയാ, അടുത്തറ നല്ലോണം ഉറപ്പിച്ചിട്ട് ഇവിടുന്ന് പോണ്ടോ? A² + 2AB + B². എന്തു പറ്റി? ഇന്നലെ ഇവിടെ കിടന്ന് തൊള്ള വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, ഇന്നലത്തെ ആവേശം ഇന്ന് കാണാനില്ലേ? ഒരു ദിവസം കൊണ്ട് തീർന്നോ? ആദ്യം ബുദ്ധി നന്നായി പഠിക്കാൻ തുടങ്ങുമ്പോഴാ 3ാം കൊല്ലക്കാരനെന്ന് കളിയാക്കണം. സാരമില്ല, നീ അത് കണക്കാക്കണ്ട. വേണോന്ന് വിചാരിച്ചാ നീ ജയിക്കും. നീ ബ്രൂട്ടസിന്റെ കഥ കേട്ടിട്ടുണ്ടോ? യുദ്ധത്തിൽ 7 പ്രാവശ്യം തോറ്റ് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ബ്രൂട്ടസ്. ഒരു 8 വല കെട്ടുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. 7 പ്രാവശ്യവും വല കെട്ടാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട 8 8ാം പ്രാവശ്യം വിജയിച്ചു. അത് കണ്ടപ്പോ ബ്രൂട്ടസിന് ആവേശമായി. അദ്ദേഹം വീണ്ടും യുദ്ധം ചെയ്തു, വിജയിക്കുകയും ചെയ്തു. അപ്പന് 4 പ്രാവശ്യം കൂടി തോൽക്കാല്ലേ? ഓ, നിനക്കൊരു ഭാവമുണ്ട്, നീ വലിയ പഠിപ്പുകാരനാന്ന്. നീ നിന്റെ മുറി ചെന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാ. A - B² = A² - 2AB + B². പോയി ഇതുവരെ ആയില്ലേ? गांधी जी सिनेमा में क्या देखा?
गांधी जी सिनेमा में क्या देखा? हरिश्चंद्र अपने अंधे माता पिता को कांवर में बैठ करते तीर्थयात्र ले चित्र देखा पन्नी. എന്റെ ഈശോയെ, ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? നിന്റെ അപ്പം മക്കളെ വളർത്തിയ പോലെ അല്ല ഞാൻ എന്റെ വറീതിനെ വളർത്തിയത്. സ്കൂളിൽ പഠിക്കുമ്പോ ഇവനാ അവിടുത്തെ ഒന്നാമൻ. മാഷന്മാരൊക്കെ സംശയം ചോദിക്കണത് ഇവനോടാ. അത്രയ്ക്ക് ബുദ്ധിയായിരുന്നു. അവടാങ്ങള കൊച്ചൗസേപ്പിനെ പോലാണെന്നാ അവള് വിചാരിച്ചേ. അവക്കിത്തിരി പുളിച്ചു. എന്റെ അമ്മേ, ആ നാവ് ഒന്നിത്തിരി മടക്കി വെക്ക്. ആവശ്യമുള്ളപ്പോ നിർത്തിയാ പോരെ. 3 കൊല്ലായിട്ട് എന്നും കേക്കണതല്ലേ ഈ കൊന്തെത്തിക്കല്. ഇവിടത്തെ പട്ടിക്ക് വരെ അവൻ വായിക്കണത് മനപ്പാടാ. വെറുതെയല്ല അവൻ ഇങ്ങനെ ആയത്. എന്തെങ്കിലും വായിക്കാൻ നോക്കുമ്പോ സ്വൈര്യം കൊടുക്കില്ല അമ്മയും മോനും. ഇപ്രാവശ്യം കുറച്ചൊക്കെ നന്നായി പഠിച്ചു തുടങ്ങിയതാ. അതും കൂടെ മുടക്കിയാലേ സമാധാനാവുള്ളൂ. നിനക്ക് വേറെ പണിയില്ലേടാ പറയതേ. നിന്നെ മുടിപ്പിക്കാൻ ജനിച്ചിട്ടുള്ളതാ അവൻ. പിന്നെന്താ, ചാവുമ്പോ മഞ്ച പിടിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് സമാധാനിക്കാം. ആ പൂതി തളയുടെ മനസ്സിരുന്നോട്ടെ. ഇല്ലടാ പറയതേ. അമ്മയും വരണ്ട, നമുക്ക് കൂട്ടായിട്ട് അങ്ങോട്ട് പോവാ. ജനാധിപത്യ സമ്പ്രദായത്തിൽ ആരെ എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, ജനപ്രതിനിധികളാണ് ഭരണകർത്താക്കൾ. നമ്മുടേത് ഒരു ജനാധിപത്യ ഇനി കത്തുന്നുണ്ടോ? എന്റെ കർത്താവേ, ഇതെവിടുന്നാണാവോ ഈ തീ ഉണ്ടായത്? വല്ല ചാത്തന്റെ മറിമായം വല്ലതും ആണാവോ? കുറച്ചേരായി ഞാനും കാണുന്നു ഈ ജനാലിലൂടെ ഒരു സാധനം ശീന്ന് കത്തി പുറത്തേക്ക് വരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു വല്ല മിന്നാമിനിങ്ങാന്ന്. എന്നാൽ അതിന് ഇത്ര വെളിച്ചുണ്ടാവില്ലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാ തീ കത്തി പടർന്ന്. അത് ശരി, അപ്പൊ ചാത്തന്റെ അല്ല കുട്ടിച്ചാത്തന്റെ മറിമായായിരുന്നു അല്ലേ? പെരക്ക് തീ വെക്കുമ്പോ ഒന്ന് പറഞ്ഞോളൂട്ടോ മോനെ. എന്തിനാടെ എങ്ങനെ പറയിപ്പിക്കണേ? എന്തിനാ അവനെങ്ങനെ വെറുതെ തല്ലണേ? ചോറ് ബാക്കിയുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടി, അവന് വിശക്കുണ്ടാവും. എന്തു പറഞ്ഞാലും കേൾക്കാൻ കുറെ കഴുതകളുണ്ടല്ലോ, അതാ അവർക്ക് ഇത്ര ഇളതരം. അയാളുടെ ഭാര്യയും കുട്ടികളെയും വിളിച്ചു ചോദിച്ചോട്ടെ, മതിയാവോളം. 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞപ്പോ ഇവ മാഷ ഒരു നോട്ടം നോക്കി. താൻ തന്നെ എഴുതിയാ മതി എന്ന് പറഞ്ഞ് പുസ്തകം വലിച്ചറിഞ്ഞ് ഇറങ്ങി പോരണം. അപ്പോഴേ ഈ മാഷ്മാരൊക്കെ പഠിക്കുള്ളൂ. ഇക്കൊല്ലവും മര്യാദക്ക് പഠിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. എഴുതിയില്ലെങ്കിൽ ആ മാഷ എന്ന് ഹെഡ് മിസ്സസിന്റെ അടുത്ത് കൊളുത്തും. പിന്നെ അത് മതി പുലിവാലിന്. അല്ലെങ്കിൽ തന്നെ നിന്നെ തീരെ ഇഷ്ടമില്ല. ദേശീയഗാനത്തിന് ചെന്നപ്പോ നിന്നോട് നിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആരുടെ അല്ല കാശുള്ളേ? കാശുണ്ട്, പക്ഷെ പുസ്തകം മേടിക്കാനുള്ളതാ. നിനക്ക് നാളെ എന്നാ പോരെ? ഇന്ന് എല്ലാവർക്കും എന്റെ ഒക്കെ ചെലവാ. എന്നെ പറ്റിക്കരുത് കേട്ടോ. നിനക്കൊരു 20 പ്രാവശ്യം എഴുതാൻ പറ്റൂ? വട വാങ്ങി തന്നാ എഴുതാം. നിനക്കോ? ഞാനും എഴുതാം. എനിക്കൊരു സിഗരറ്റും വേണം. എല്ലാവരും ഒരു 20 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാ.
എന്നിട്ട് എനിക്ക് തരാ. ഓക്കെ, ഇപ്പൊ എഴുതി തരാം. അപ്പോ കൈയക്ഷരം വേറെ വേറെ ആവില്ലേ? നിന്നെ പിന്നെയും പിടിക്കും. 100 പ്രാവശ്യം എഴുതാനല്ലേ പറയുള്ളൂ, അതങ്ങോട്ട് എഴുതി കാണിച്ചു കൊടുക്കും. 100 പ്രാവശ്യം എഴുതുന്നു വായിച്ചു നോക്കില്ലടാ. എഴുതാനുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ആ ചായക്കടയിലേക്ക് വരാ, ഞാൻ അവിടെ ഉണ്ടാവും. ആ മാഷ് തിരക്ക് പിടിച്ച് ക്ലാസ്സിൽ പോണ നേരത്ത് കാണിച്ചു കൊടുത്താൽ മതി, അപ്പൊ നോക്കില്ല. എന്തൊട്ടായാലും കാശ് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. ഇത്തിരി കൂടുതൽ എടുത്തോ. ബെസ്റ്റ് പടവാ പയനീരിൽ കളിക്കണേ. ഞാനിപ്പോ കാശ് കൊടുക്കാൻ പോവാ. ഒരു പുസ്തകം പറഞ്ഞു വെച്ചിട്ടേ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോളില്ല. എന്നാ പിടിക്ക്, ഞാൻ പോട്ടെ. സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് നീ അവനെ കണ്ടില്ലേ? ഞാനൊന്നും കണ്ടില്ല. ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്കുക? ഇന്നച്ചാ, ഇന്നച്ചാ, സ്കൂള് വിട്ട് വന്ന് വെട്ടി വിഴുങ്ങിട്ട് തെണ്ടാൻ പോകാറുള്ളല്ലോ. കുട്ടി ഏതാ? ഞാൻ ദാ അവിടത്തെയാ, പറയുന്ന പറഞ്ഞ ആളുടെ മോനാ. വരീതിന്റെ മോനാണോ? താൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 8ല്. 8ലായിട്ടുള്ളോ? തൻ്റെ ഒരു ചേട്ടൻ എഞ്ചിനീയറിംഗിന് പഠിക്കണില്ലേ? തനിക്കും അവരെ പോലെ ആകണ്ടേ? സ്കൂള് വിട്ട് വീട്ടിൽ പോവാതെ ഇവിടെ നിന്ന് ചൂണ്ടുക തണ്ടി പിള്ളേരെ പോലെ. ഇന്നച്ചാ, എടാ ഇവിടെ വരാൻ. തന്നെയല്ലേ വിളിക്കണത്? മതിയാക്ക്, എന്നിട്ട് വീട്ടിൽ പോ. ഇതിനെ തന്നെ സ്കൂളിൽ വിടണത്? അപ്പനൊന്ന് കാണട്ടെ. അവിടെ ഇരുന്ന് ചൂണ്ടുകയായിരുന്നു, വരുന്നുണ്ട്. ഇന്നവന്റെ കല്യാണ. എത്തിയിട്ടുണ്ട്. അകത്തേക്ക് ചെല്ല്. കേറി വരാൻ പറയടി. ഇന്നവന്റെ കല്യാണ. ചെല്ല്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വൈകുന്നേരത്തെ അത്താഴം അങ്ങാട് കൊടുത്തയക്കായിരുന്നല്ല. നിങ്ങൾ എന്തുട്ടാ നോക്കി നിക്കണേ? പോയിരുന്ന് പഠിക്കുമ്പല്ലേ. അമ്മ ഇതെന്താ ചെയ്യണ്ടേ? കയ്യിൽ വെച്ചോ, അപ്പൻ വരുമ്പോ ചോദിക്കാം എന്താ വേണ്ടേന്ന്. ഇന്നത്തോട് നിന്റെ മീൻപിടുത്തം അവസാനിപ്പിക്കും. ആ, സ്കൂളിൽ പോണേലും ഭേദം ഇത് തന്നെയാ. അല്ല, എന്തിനാ നിന്നെ പറയണേ? ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. ആരായിരുന്നടാ അത്? കുറെ നേരം നിന്ന് വിസ്തരിക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല. സ്കൂൾ വിട്ട് വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് ചൂണ്ടുക തെണ്ടി പിള്ളേരെ പോലെ. ഇതിനാണോ സ്കൂളിൽ വിടുന്നത്? അപ്പനെ ഒന്ന് കാണട്ടെ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അയാള് ചോദിക്കായിരുന്നു, പീഡിയെ പൂട്ടിയപ്പൻ ഒറ്റയ്ക്കാണോ വരിക, കാശ് കൂടെ കൊണ്ടുവരോ അതോ പീഡിയെ തന്നെ വെക്കൂന്ന്. ഇത് തട്ടിപ്പറിക്കാറ് തന്നെ ആവുള്ളൂ. എന്റെ മാതാവേ, എന്റെ വറീതിന് വല്ലതും പറ്റുമാവോ? എന്താ ഇപ്പൊ ചെയ്യാ? എന്താ മാമേ? നിന്റെ അപ്പനെ വഴിയിലിട്ട് കുത്തിക്കൊല്ലാൻ പോണെന്ന്. കാശ് തട്ടിപ്പറിക്കാനാ? എന്താണ് ഈ കുന്തം വിഴുങ്ങിയ പോലെ നിക്കണേ? ചെക്കൻ പീഡിയെ പൂട്ടി വരണ നേരായി. ആരെങ്കിലും ഒന്ന് പറഞ്ഞയക്കാം അവന്റെ അടുത്തേക്ക്. ഇന്നച്ചാ,
ആളെ കണ്ടാൽ എങ്ങനെയാ? കള്ളനാണെന്ന് തോന്നുവോ? എനിക്കെങ്ങനെ അറിയാനാ? ആള് നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് തോന്നണേ. കണ്ണിങ്ങനെ ചൊകാന്ന് തന്നെ ഇരിക്കണേ. നല്ല വെളുത്ത ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. അവക്കിപ്പോ ആള് സുന്ദരനാണോന്ന് അറിയാനാ തിരക്ക്. ചെക്കന്റെ അടുത്തേക്ക് ആളെ വിടാൻ നോക്കുകയല്ല. എടാ ബേബി, നീ പോയി ആ സുബ്രന ഹംസയുണ്ടോന്ന് നോക്ക്. ചെല്ല്. എന്തൊക്കെയാണാവോ ഉണ്ടാവുക. എടീ സിസിലിയെ, നിങ്ങൾ രണ്ടാളും പോയിട്ട് ആ തെക്കലെ വർഗീസ് ഉണ്ടോന്ന് നോക്കിയേ. വർഗീസേട്ടാ, വർഗീസേട്ടാ, വർഗീസേട്ടാ. എന്നാ നമുക്ക് പോവാം. ആ പട്ടാളം 10 ദിവസം കൂടി വന്നോട്ടെ. കരുത്തുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. അയാൾക്ക് ആ മീശും പൊണ്ണത്തടിയും മാത്രമുള്ളോ? ധൈര്യമില്ല. നമുക്കിറങ്ങാം. ഞാനുണ്ടോ മക്കളെ? ആ വെട്ടത്തിഞ്ഞിരുത്താടി. എന്നാ വടിയും കൂടി എടുത്തു കൊടുക്ക്. എണീറ്റ് നിൽക്കാൻ പാടില്ലാത്ത തന്തയുടെ ഒരു ഭാവം കണ്ടില്ലേ? എന്താ പ്രശ്നം? തോക്കെടുക്കണോ? പൊട്ടാത്ത കൊട്ടത്തോക്ക. നിങ്ങൾ വരണ്ടെങ്കിൽ വാ, നമുക്ക് നടക്കാം. എന്താ വർഗീസേട്ടായി കേക്കണേ? എന്താ എന്നോട് ചോദിക്കണേ? ആ ചെക്കനോട് ചോദിക്കും. ഇന്നസെന്റേ ഇങ്ങോട്ട് മാറിയിക്ക്. എടാ ഇന്നച്ചാ, എന്താ ഉണ്ടായച്ചാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നീ ആളെ ശരിക്കും കണ്ടോ? എന്തുട്ട് ചോദ്യത്? കാണാണ്ടാണ് എത്രയൊക്കെ പറഞ്ഞത്. ദേ, വിവരം ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഇതിനൊക്കെ ചില രീതികളുണ്ട്. അയാൾക്ക് എത്ര അടി പൊക്കമുണ്ട്? എന്റെ അത്ര പൊക്കമുണ്ടോ? അയ്യോ, പത്രോസേട്ടനേക്കാൾ നല്ല പൊക്കം തടിയുണ്ട്. അല്ല, അതില് വലിയ കാര്യമൊന്നുമില്ല. മീശ ഉള്ള ആളാണോ? അമ്പോ, അയാളുടെ മീശയുടെ പേടിയാവും. ഏയ്, അതില് വലിയ കാര്യമൊന്നുമില്ല. അല്ല പത്രോസേട്ടാ? നിങ്ങൾ ഇങ്ങനെ വിസ്തരിച്ചോണ്ട് നിൽക്കണ്ട. ചെക്കനെ പോയി വിവരം അറിയിക്ക്. എന്റെ മാതാവേ. പറഞ്ഞു കേട്ടിടത്തോളം ആക്രമണം 2 സ്ഥലത്ത് വെച്ച് നടക്കാം. 1 മാർഗമധ്യേ, 2 ഗൃഹപരിസരത്ത്. അതുകൊണ്ട് വാതിലും ജനലും ഒക്കെ നല്ലവണ്ണം അടച്ച് അകത്തിരിക്കുക. വർഗീസിയേട്ടനും സുബ്രനും പുറത്ത് കാവൽ നിൽക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കണം. ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കള്ളനെ കണ്ടാൽ തിരിച്ചറിയുന്ന ഏക സാക്ഷിയാണ്. തട്ടിക്കൊണ്ടുപോകാൻ വരെ സാധ്യതയുണ്ട്. പ്രശ്നത്ര രൂക്ഷമായ സ്ഥിതിക്ക് പത്രോസേട്ടൻ തന്നെ കാവലിരിക്കുന്നതല്ലേ നല്ലത്. നീ തോക്കിനിടെ കയറി വെടിവെക്കണ്ട. പറഞ്ഞനുസരിച്ചാ മതി. ഞങ്ങൾ പോയിട്ട് വരാം. അകത്തേക്ക് ചെല്ലു. മോൻ അകത്ത് കയറി ഇരിക്കേ. അവര് പറഞ്ഞത് കേട്ടില്ലേ? ജനലും വാതിലും ഒക്കെ അടച്ചു മക്കളെ. വരട്ടെ. നിനക്കെന്താ ഇത്ര തിരക്ക്? ഞാനിതൊന്ന് പെരട്ടെ. അവൻ പുതുതായി കല്യാണിച്ചല്ലേ, തിരക്ക് കാണും. എന്താ എല്ലാവരും കൂടി? കടപൂട്ടാറായില്ലേ? എന്നാ പിന്നെ വേഗം ആട്ടെ. എന്താ കാര്യം? കടപൂട്ട് പറയാം. എന്താ സംഗതിന്ന് പറ. അമ്മയ്ക്ക് എന്തെങ്കിലും? പത്രസെട്ടും പറയേ. അമ്മയ്ക്കൊന്നുമില്ല. വേറെ ചില പ്രശ്നങ്ങളുണ്ട്. വ്യസനിപ്പിക്കാതെ കാര്യം പറ. ഞാനുള്ളിടത്തോളം കാലം എന്റെ വരതേട്ടം വ്യസനിക്കരുത്. എന്താ ഒരു ശബ്ദം കേക്കണേ? അമ്മ എന്തുട്ടായി പറയണേ? കിടാങ്ങളെ വെറുതെ പേടിപ്പിക്കുക. ഞാൻ ആരെയും പേടിപ്പിക്കാനൊന്നും പോണില്ല. ഉള്ളത് പറഞ്ഞു, അത്ര തന്നെ.
ഉണ്ണട മോനെ, 2 വറ്റെങ്കിലും അകത്ത് ചെല്ലട്ടെ. എങ്ങനെയാ കുട്ടിക്ക് ചോറിറങ്ങുക? അവൻ അപ്പനെ പറ്റിയുള്ള വിചാര. ജനലിന്റെയോ വാതിലിന്റെയോ വടവിലൂടെ കയ്യോ കാലോ കണ്ട അപ്പ വെട്ടണം. വെട്ടാനും മുറിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശരീരം വിറച്ചിട്ട് എനിക്ക് നിൽക്കാൻ തന്നെ വയ്യ. എന്നാ ഒരു കാര്യം ചെയ്യേ, മുളക് പൊടി ഇരിപ്പില്ലേ, മോൾ അത് ഇത്തിരി എടുത്ത് കലക്കി ഒരു പാത്രത്തിൽ വെക്കേ. കള്ളൻ അകത്തേക്ക് കടക്കുമ്പോ മുഖത്ത് നോക്കി ഒറ്റ ഒഴിക്കല്, പിന്നെ കണ്ണ് കാണരുത്. ഞാൻ കലക്കി തരാം, അമ്മാമ്മ എടുത്ത് ഒഴിച്ചാ മതി. ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ ഒഴിക്കണോ? കള്ളന്മാർക്ക് അതൊക്കെ അറിയാം. അവര് മുഖമൊക്കെ മൂടിയിട്ടാ വരിക. അമ്മാമേ, അമ്മാമേ ഇത് ഞാനാ സുബ്രൻ. അമ്മാമേ, അമ്മാമേ ഞാനാ സുബ്രൻ. എടാ നീയായിരുന്നു. ഒന്നങ്ങോട്ട് വന്നാലുണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവൻ പോകുമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കാൽപെരുമാറ്റം കേട്ടോന്ന് അറിയാൻ വന്നതാ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരു ഉറുമ്പിന് വരെ അകത്ത് കയറാൻ പറ്റില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ.